രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിലേക്കുള്ള നാടകീയ വരവ്, അതിനുശേഷമുള്ള ഉയർന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിൽ മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവനവന് പറയാനുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടുള്ള രാഹുലിന്റെ പോക്ക്. ഇപ്പോൾ KPCC നേതൃയോഗം ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട വിവരങ്ങളുമായി റൂഷിപാൽ, റഹീസ് റഷീദ്, സുനിഷ ഈലൂർ, GV പ്രസാദ് എന്നിവരുണ്ട്. ആദ്യം റഹീസിലേക്കാണ് പോകുന്നത്. റഹീസ്, ഇപ്പോൾ മാധ്യമങ്ങളെ കാണും എന്ന വാഹനം SFI തടഞ്ഞ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ ഉയർന്നിരുന്ന ആരോപണങ്ങളിൽ, പുറത്തേക്ക് വന്ന തെളിവുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ ഇപ്പോൾ അന്വേഷണത്തിലിരിക്കുന്ന ഒരു വിഷയത്തിൽ താൻ പ്രതികരിക്കാനില്ല എന്നും സർക്കാരിന് നല്ല വിശ്വാസ്യതയുള്ള ക്രൈംബ്രാഞ്ച് ആണല്ലോ അന്വേഷിക്കുന്നത്, അത് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മടങ്ങുകയല്ലേ രാഹുൽ ചെയ്തിരിക്കുന്നത്? സ്മൃതി, അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് നിയമസഭയ്ക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് മാധ്യമങ്ങളെ കാണാം, ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ, വിവാദങ്ങളിൽ മറുപടി പറയാം എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നത്. അതനുസരിച്ച് നിയമസഭയ്ക്ക് മുമ്പ് മാധ്യമങ്ങളുടെ ഒരു പട തന്നെ കാത്തു നിൽക്കുകയും ചെയ്തു. MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്ക് വരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് വരുന്ന സമയത്ത് SFI പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തെ തടഞ്ഞു. സ്വാഭാവികമായും അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർ രാഹുലിന്റെ പ്രതികരണം ആരാഞ്ഞു. ആ സമയത്ത് രാഹുൽ അവിടെ വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മാത്രമാണ് നടത്തിയത്. ബാക്കി പ്രതികരണങ്ങൾ നമ്മൾ ഈ നിൽക്കുന്ന നിയമസഭയ്ക്ക് മുമ്പിൽ വന്നിട്ട് നടത്താമെന്ന് പറയുകയും ചെയ്തു. സ്വാഭാവികമായും ഇവിടെ വെച്ച് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ രാഹുലിനെതിരെ ഉയർന്നു വന്ന ഗർഭചിത്ര ആരോപണങ്ങൾ, ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണത്തിലെ വിശദാംശങ്ങൾ, അത് രാഹുലിന് പറയാനുള്ളത് പറയുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏത് രീതിയിലാണോ പ്രതികരിച്ചത് ആ രീതിയിലായിരുന്നു പ്രതികരിച്ചത്. രാഹുലിന് പറയാനുള്ള സമയത്ത് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്ന് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയും. സ്വാഭാവികമായും ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്ന ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് ഇടിച്ചു കയറി അവർ പറയുന്ന ഉത്തരത്തിനിടയിൽ കയറി ചോദ്യം ചോദിക്കാറില്ല. അതുകൊണ്ട് രാഹുൽ ആദ്യം പറയുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അതായത് രാഹുലിനെതിരെ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞു, ക്രൈംബ്രാഞ്ച് അല്ലേ അന്വേഷിക്കുന്നത്, ഞങ്ങളുടെ പോലീസല്ലല്ലോ, പിണറായി വിജയന്റെ പോലീസല്ലേ, അന്വേഷണത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഏത് തരത്തിലുള്ള അന്വേഷണം വേണേ നടക്കട്ടെ എന്ന കാര്യം രാഹുൽ പറഞ്ഞു. മറ്റൊന്ന്, മാധ്യമങ്ങൾ തന്നെ നിരന്തരമായി വേട്ടയാടുന്നു. അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നേതൃത്വത്തെ ധിക്കരിച്ചാണ് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത്. അത് അങ്ങനെയല്ല. ഒരു സസ്പെൻഷനിലുള്ള പ്രവർത്തകന് എന്താണ് പാർട്ടിയുമായിട്ടുള്ള ബന്ധമെന്ന് തനിക്ക് കൃത്യമായി അറിയാം. അങ്ങനെ നേതൃത്വം തന്നോട് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാതെ പറയുകയാണ് രാഹുൽ ആദ്യം ചെയ്തത്. അതിനുശേഷം ഇന്ന് രാഹുൽ AICCയുടെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയെ കാണാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവർ കാണേണ്ട എന്ന് പറയുകയും ചെയ്തിരുന്നു. ആ വാർത്ത തെറ്റാണ്. ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. സസ്പെൻഷൻ കഴിയുന്ന ആൾ എങ്ങനെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയെ കാണുക എന്ന ചോദ്യവും ചോദിച്ച് രാഹുൽ പോകാൻ മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് നമ്മളടക്കമുള്ള ആളുകൾ രാഹുലിന്റെ ഈ ഗർഭചിത്ര വിവാദവും ഫോൺ സംഭാഷണത്തെക്കുറിച്ചും ചോദിച്ചത്. അപ്പോൾ രാഹുൽ വളരെ വിദഗ്ധമായി താൻ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തിൽ ഒന്നും പറയില്ല, അത് കോടതി അലക്ഷ്യമാകുമെന്ന് പറയാതെ പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. പക്ഷെ നമ്മൾ വിടാതെ പിന്തുടർന്ന് അതേക്കുറിച്ച് ചോദിച്ചു. പക്ഷേ രാഹുലിന് ഒരക്ഷരം അതേക്കുറിച്ച് പറയാനില്ല. രാഹുലിനോട് നമ്മൾ ഏറ്റവും അവസാനം ചോദിച്ചു, അത് രാഹുലിന്റേതല്ലെങ്കിൽ ആ ശബ്ദ സംപ്രേഷണം, ആ ശബ്ദം, ആ ഇരയായ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദം അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ AI ക്രിയേറ്റ് ചെയ്തത് വല്ലതും ആണെങ്കിൽ അത് പറയൂ, എന്റേതല്ല, നോ എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അതുപോലും പറയാതെ രാഹുൽ മാങ്കൂട്ടം സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറയാറുള്ളത്, ഞങ്ങൾ പ്രതിപക്ഷത്തെ നിങ്ങൾ കണ്ടു നോക്കൂ, മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ച് ഉത്തരം പറഞ്ഞിട്ടേ പോകൂ എന്ന് നായ്ക്ക് 40 വട്ടവും പറയുന്ന രാഹുൽ മാങ്കൂട്ടം പകുതി പറഞ്ഞിട്ട് കാറിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ പിന്തുടർന്ന് നിരന്തരം ചോദിച്ചു. പക്ഷേ കമാന്നൊരക്ഷരം രാഹുലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണത്തിലോ ഗർഭചിത്രത്തിലോ ശബ്ദ സംഭാഷണത്തെക്കുറിച്ചോ ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി.